നമ്മൾ എഴുതി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ മാനിഫെസ്റ്റേഷൻ്റെ 6 തലങ്ങളാണ്. അപ്പോൾ ആ 6 സ്റ്റെപ്പുകളാണ് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്പർ 1 അല്ലെങ്കിൽ ഫേസ് നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 6 ഫേസസ് ഓഫ് മാനിഫെസ്റ്റേഷൻ ആണ്. അപ്പോൾ അതിന് സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് സീ ദ എൻഡ് റിസൾട്ട് ഇൻ യുവർ മൈൻഡ്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് സീ ദ എൻഡ് റിസൾട്ട് ഇൻ യുവർ മൈൻഡ്. നമ്മളുടെ മൈൻഡിൽ എൻഡ് റിസൾട്ട് കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് സോൾവ് ചെയ്യപ്പെടേണ്ടതായ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാകും. നമ്മളെപ്പോഴും നമുക്ക് എന്താണ് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ പ്രോബ്ലംസ് കാണും, നമുക്ക് സോഫ്റ്റ് ഗോൾസ് കാണും, നമുക്ക് ഹാർഡ് ഗോൾസ് കാണും, നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കാണും. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും ഇതിനൊന്നും ഒരു സൊല്യൂഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇതിനകത്ത് സൊല്യൂഷൻ ഇല്ലേ. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പം ഒരു സൊല്യൂഷനും കാണാത്ത ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാവും. അപ്പോൾ ഇവിടെയാണ് ഈ 5th ഡയമെൻഷണൽ മാനിഫെസ്റ്റേഷൻ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. കാരണം ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് ഇനി ഒരു സൊല്യൂഷൻ ഇല്ല എന്ന രീതിയിൽ നമ്മളിങ്ങനെ ഡെഡ് എൻഡായിട്ട് നിൽക്കുന്ന സമയത്താണ് എപ്പോഴും നമുക്ക് ഈ സാധ്യതകൾ ഇല്ലാതിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നിടത്തുനിന്ന് ഒരു സാധ്യത നമ്മൾ കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ലൈഫ് നമുക്കൊരു ക്രിയേറ്ററാണ്, അല്ലെങ്കിൽ ലൈഫിന് നമ്മൾക്കും ചില കൺട്രോളുകളൊക്കെ നമുക്കുണ്ട് എന്ന് തോന്നി തുടങ്ങുന്ന അപ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ ജനറലി വിചാരിക്കും നമ്മുടെ ലൈഫ് ആരൊക്കെയോ ആണ് നമ്മുടെ ലൈഫ് നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കോ ക്രിയേറ്ററാണ്. അതായത് നമ്മൾ ഒരു ക്രിയേഷൻ, അതായത് നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിൽ ക്രിയേഷൻ്റെ ഒരു പങ്ക് നമ്മൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് മാത്രം. അപ്പം സീ ദ എൻഡ് റിസൾട്ട് ഇൻ യുവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലക്ഷ്യം, നമ്മൾ എന്താണ് നമുക്ക് പ്രോബ്ലം, ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നമ്മൾ ആ എൻഡ് റിസൾട്ട് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു വലിയ ഒരു പ്രശ്നം ഉണ്ടായി. പ്രശ്നം ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പം നമ്മൾ ചിലപ്പോൾ അത് ആലോചിച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് ആ റിലേഷൻഷിപ്പിനെ വീണ്ടും അതിനെ പഴയതുപോലെ ആക്കാനുള്ള ചിലപ്പം ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് ചിലപ്പോൾ അത് കാണില്ലായിരിക്കും. പക്ഷെ നമുക്ക് അതിനെ കാണാവുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനൊരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ ഈ ഒരുപാട് വള്ളികൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കൂട്ടി കെട്ടായിട്ട് വലിയ കെട്ടായിട്ട് കിടന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വള്ളികളിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ അഴിക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു പുറത്ത് നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ അഴിക്കാനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുകയില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ വള്ളിയുടെ ഒരു ലൈനാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് വള്ളികൾ ഇങ്ങനെ കൂടി കിടക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ പ്രശ്നങ്ങൾ എങ്കിൽ സീ ദ എൻഡ് റിസൾട്ട് ഇൻ യുവർ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വള്ളികളെ സ്ട്രെയിറ്റ് ഫോമിൽ നമ്മൾ കാണുക എന്നുള്ളതാണ്. അതായത് ആ വള്ളികളെ നേരെ ആയ രീതിയിൽ നമ്മൾ കാണുക എന്നുള്ളതാണ് സീ ദ എൻഡ് റിസൾട്ട് ഇൻ യുവർ മൈൻഡ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, അപ്പോൾ നമ്മളിത് എങ്ങനെ, വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കും. അപ്പോൾ മാനിഫെസ്റ്റേഷൻ 5th ഡയമെൻഷൻ മാനിഫെസ്റ്റേഷനിൽ നമുക്ക് വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കില്ല. കാരണം വൈ എന്നുള്ളതിൻ്റെ ആൻസർ നമുക്കത് കിട്ടിക്കോളും. പക്ഷെ നമ്മൾ ആദ്യം നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നത് ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ കൊടുക്കുന്നത് എൻഡ് റിസൾട്ടിലേക്കാണ്. അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അഥവാ RAS എന്ന് പറയുന്നത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് ആ എൻഡ് റിസൾട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും ഒരു വലിയ പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ആ പ്രോബ്ലത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കാതെ നമുക്ക് ചിലപ്പം സൊല്യൂഷൻ എങ്ങനെ, ഹൗ എന്നുള്ളൊരു ആൻസർ അല്ല, പക്ഷേ ഇതിൻ്റെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്തായിരിക്കും, എൻഡ് റിസൾട്ട് നിങ്ങൾ കാണുന്നത്. അതാണ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഒരു മെൻ്റൽ മൂവി ആയിട്ട് നമ്മുടെ മനസ്സിൽ കാണുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മളൊരു വലിയ പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ജസ്റ്റ് നമ്മളോട് തന്നെ ചോദിക്കുക, ഓക്കെ, ഇതിൻ്റെ ഒരു ബെസ്റ്റ് പോസിബിൾ റിസൾട്ട് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആ പ്രശ്നത്തിലേക്ക് കിടന്ന് നമ്മളിങ്ങനെ അയ്യോ അങ്ങനെ ആയിപ്പോയല്ലോ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അതിൽ കിടന്ന് കഷ്ടപ്പെടാതെ നമ്മൾ മനസ്സിനോട് ചോദിക്കുക, എന്താണ് ഇതിൻ്റെ ഒരു ബെസ്റ്റ് പോസിബിൾ റിസൾട്ട് എനിക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എനിക്ക് കൊണ്ടുവരാൻ കഴിയുന്നതല്ല, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാം, നമ്മുടെ ഇമാജിനറി വേൾഡിൽ, നമ്മുടെ ഒരു മെൻ്റൽ മൂവിയിൽ നമ്മൾ ഇതിൻ്റെ ഒരു ബെസ്റ്റ് റിസൾട്ട് നമ്മൾ കാണുന്നു നമ്മുടെ മനസ്സിൽ. അപ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് നമ്മളൊരു നിർദ്ദേശം കൊടുക്കുകയാണ്, ഇതാണ് എൻ്റെ റിസൾട്ട് ഞാൻ കാണുന്നത് എന്നുള്ളത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അടുത്ത ദിവസം ഒരു 10 ലക്ഷം രൂപയുടെ വളരെ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഈ 10 ലക്ഷം രൂപയുടെ വളരെ അത്യാവശ്യമുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഈ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള യാതൊരു മാർഗവും ചിലപ്പോൾ കാണില്ല.
പക്ഷേ എൻ്റെ റിസൾട്ട് കാണുക എന്ന് പറഞ്ഞാൽ ആ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ആ പ്രശ്നം സോൾവ് ചെയ്യുന്നതായിട്ട് കാണുന്നതാണ് ഈ എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഞാനിത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏതാനും ചില ഉദാഹരണങ്ങൾ പറയാം. അപ്പോൾ ഈ സ്റ്റെപ്പിലൂടെ ഞാൻ ആ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ അത് കൃത്യമാവും. ഇപ്പം ജസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ റിസൾട്ട് നമ്മുടെ മനസ്സിൽ കാണുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തതെന്ന് പറയുന്നത് ഫീലിംഗ് ഈസ് ദ സീക്രട്ട്. അതായത് ഫീലിംഗ് ഈസ് ദ സീക്രട്ട് എന്ന് പറയുന്നൊരു ബുക്ക് തന്നെയുണ്ട്. അത് നെവിൽ ഗോഡാർഡ് എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, ഫാദർ ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ്റെ ഫാദർ എന്ന് പറയാറുള്ള 1940കളിൽ ഇതേക്കുറിച്ച് ലെക്ചേഴ്സ് നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ് ഫീലിംഗ് ഈസ് ദ സീക്രട്ട്. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ അതിൻ്റെ ഓഡിയോ ബുക്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതായത് നമുക്ക് ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹിച്ച കാര്യം നേടിക്കഴിയുമ്പോൾ ആ ഫീലിംഗ് നമ്മുടെ ബോഡിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഡീപ്പർ ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ഫീലിംഗ് എങ്ങനെയാണ് കൊണ്ടുവരിക. അപ്പോൾ എന്നോട് എപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഫീലിംഗ് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് എന്താണ് ഫീലിംഗ് എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ബോഡി നമ്മളെ ഓരോ സ്റ്റേറ്റുകളെ നമ്മളെ ട്രിഗർ ചെയ്യുന്നത് അല്ലെങ്കിൽ അറിയിക്കുന്നത് ഓരോ ഇമോഷൻസിലൂടെയാണ്. അതായത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്റ്റേറ്റ് നമ്മളൊരു നമുക്ക് വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്ന് നമ്മുടെ ബോഡിയെ അറിയിക്കുന്നത് നമ്മുടെ ഇമോഷനിലൂടെയാണ്. അതായത് നമുക്ക് പെട്ടെന്ന് ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് നമ്മൾ എക്സ്റ്റേണൽ വേൾഡിൽ കാണുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ അതൊരു പെട്ടെന്ന് തന്നെ ഒരു 4-1 സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ഈ ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു കെമിക്കൽ നമ്മുടെ ബോഡിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം തന്നെ നമ്മുടെ ബോഡിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഹാപ്പിനെസ് എന്ന് പറയുന്ന ആ ഇമോഷൻ. അപ്പം ഞാൻ ഈ ഇമോഷനും ഫീലിങ്ങും തമ്മിലുള്ളൊരു വ്യത്യാസം ഒന്ന് പറയാം. കാരണം നമ്മുടെ ഈ സെഷനുകളിൽ ഉടനീളം നമ്മൾ എലവേറ്റഡ് ഇമോഷൻസ്, ഫീലിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മനസ്സിലൊന്ന് കിട്ടാനായിട്ട് ഞാൻ ഒന്ന് പറയാം അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ ഇമോഷൻസും ഫീലിങ്സും തമ്മിലുള്ളത്. അതായത് നമുക്ക് ഇമോഷൻ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു ട്രിഗർ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തലച്ചോറ് വളരെ പെട്ടെന്ന് ഒരു ഇമോഷൻ ഒരു കെമിക്കൽസ് നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കും. ആ ഇമോഷൻസ് നമ്മുടെ ബോഡിയിൽ നമ്മൾ ഫീൽ ചെയ്യും ഏതാണ്ട് 4-1 സെക്കൻഡ് കൊണ്ട്. അതിനെ നമുക്കൊരു ഇമോഷൻ എന്ന് വിളിക്കാം. ആ ഇമോഷൻ അധികകാലം നമ്മൾ നിൽക്കില്ല. അത് ഏതാണ്ട് ഒരു 45 മുതൽ 90 സെക്കൻഡ് വരെയാണ് ആ ഇമോഷന് സ്ഥായിയായിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. അത് അതേപോലെ തന്നെ പോവുകയും ചെയ്യും. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ രാത്രിയിൽ നടന്നു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മളൊരു പാമ്പിനെ കാണുകയാണ് നമ്മുടെ റോഡ്സ് താഴെ. അപ്പം പെട്ടെന്ന് നമ്മൾ ഭയം എന്ന് പറയുന്ന ഇമോഷൻ നമുക്ക് കിട്ടും. അപ്പോൾ എന്തിനാണ് ഇമോഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭയത്തിൻ്റെ ഇമോഷൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാമ്പിനെ കണ്ടിരിക്കുന്നു, നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബോഡിയെ അവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് സേഫ് ആക്കാൻ വേണ്ടി, ഒന്നുകിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി നമ്മുടെ ബോഡിയെ പര്യാപ്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഭയം എന്ന് പറയുന്ന ഇമോഷൻ അപ്പം തന്നെ ട്രിഗർ ചെയ്യുന്നത്. കാരണം അവിടെ ഭയം എന്ന് പറയുന്ന ഇമോഷൻ ട്രിഗർ ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് മാറാനോ അല്ലെങ്കിൽ ഒരു വടിയെടുത്ത് അതിനെ ഓടിക്കാനോ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇമോഷന് നമുക്ക് വരുമ്പോഴാണ്. അപ്പോൾ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആൾ നമ്മുടെ അടുത്തിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ലവ് എന്ന് പറയുന്ന ഇമോഷൻ തോന്നുന്നതും നമുക്ക് അപ്പോൾ ആ ഒരു ലവ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഓരോ സ്റ്റേറ്റിലും നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ ബോഡിയെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇമോഷൻ എന്ന് പറയുന്ന ആ കാര്യം ഉള്ളത്. പിന്നെ ഈ ഫീലിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇമോഷൻസിൻ്റെ ഒരു സാന്ദ്രീകരണമാണ് നമുക്ക് ഫീലിംഗ് എന്ന് പറയുക. അതായത് ഇമോഷൻ വരുന്നു പോകുന്നു, അത് പെട്ടെന്ന് തന്നെ പോകും. പക്ഷേ അതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുറച്ച് ഇത് പലതരത്തിലുള്ള ഒരു മിക്സഡ് ഇമോഷൻസ് നമുക്കൊരു സാന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു പാർട്ടാണ് നമുക്ക് ഫീലിങ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനൊരു ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബോധപൂർവം നമുക്ക് ആലോചിക്കാം. ആ ഒരു ഇവന്റിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ സമയത്തുണ്ടായിട്ടുള്ള ഇമോഷൻസിന്റെ ഒരു മിക്സ് നമ്മുടെ ബോഡിയിൽ നമുക്ക് കിട്ടും. അതിനാണ് ഫീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമുക്ക് ഇപ്പോൾ ഒരു ദിവസം നമുക്ക് കുറേയേറെ നല്ല ഇമോഷൻസ് നമ്മുടെ ബോഡി എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ വൈകിട്ട് നമ്മൾ പറയാറുണ്ട് എനിക്ക് ഇന്നൊരു നല്ലൊരു ഫീൽ ഗുഡ് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ മൊത്തത്തിൽ നമുക്കൊരു കളക്ഷൻ ഓഫ് ഇമോഷൻസ് നമ്മുടെ ബോഡിയിൽ വന്നു പോയത് നല്ലതായിരുന്നു. അപ്പോൾ നമുക്കൊരു ഫീൽ ഗുഡ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ആലോചിക്കുമ്പം നമ്മുടെ ബോഡിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്തൊരു കാര്യവും നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആ ഒരു ഫീൽ ഗുഡ് എന്ന് പറയുന്ന ഇമോഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ വാഹനം മേടിക്കുന്നതായിക്കോട്ടെ, നമ്മൾ വിവാഹം കഴിക്കുന്നതായിക്കോട്ടെ, ഭക്ഷണം കഴിക്കുന്നതായിക്കോട്ടെ,
നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് കഴിഞ്ഞാലും നമുക്കിത് കഴിയുമ്പോഴത്തേക്കും ഒരു ഫീൽ ഗുഡ്, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു റിസൾട്ട്, നമുക്കൊരു നല്ല ഫീലിംഗ് നമുക്ക് കിട്ടണം. ആ ഫീലിംഗ് കിട്ടിയാലാണ് ആ ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ കിട്ടിയാലാണ് നമുക്ക് അതൊരു മീനിങ് ഫുൾ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ഫീൽ ഗുഡ് കിട്ടാനാണ്. ഇപ്പം നമുക്കൊരാൾക്ക് പണം കൊടുക്കാറുണ്ടെങ്കിൽ, നമ്മൾ ആ പണം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ നമുക്കൊരു ഫീൽ ഗുഡ് കിട്ടും. അതുപോലെ തന്നെ നമ്മളൊരു ജോലി ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ, ആ ജോലി നമ്മൾ തീർത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഫീൽ ഗുഡ് നമുക്ക് ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഒരു കംപ്ലീഷൻ്റെ ഒരു സെൻസ് ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ നമ്മുടെ ബോഡിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒരു കാറ് വാങ്ങിച്ചു കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരു ഫീൽ ഗുഡാണ്, ഒരു നല്ല ഫീലിംഗ് ആണ്, നമ്മുടെ ബോഡിയിൽ ഇമോഷൻസ് ആണ്. നമ്മൾ വിവാഹം കഴിച്ചു കഴിയുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ബോഡിയിൽ ചില ഫീലിങ്ങുകൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതിൻ്റെ എല്ലാം പിന്നിൽ ഫീലിങ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫീലിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആക്ച്വൽ ആണോ ഇമാജിനറി ആണോ എന്ന് നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിൻ തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്താലും ബ്രെയിൻ അതിന് ഈക്വൽ ആയിട്ടുള്ള കെമിക്കൽസ് തന്നെയാണ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചില കാര്യങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് ഭയം എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് നമുക്ക് വന്നു കഴിയുമ്പോൾ, നമ്മൾ ആക്ച്വലി ആ സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല, പക്ഷെ അതിനു മുമ്പ് തന്നെ അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷൻ, ഒരു ഭയം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വരുന്നതിൻ്റെ കാരണം, നമ്മുടെ ബ്രെയിൻ നമ്മൾ ആ സിറ്റുവേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഭയം എന്ന് പറയുന്ന ഇമോഷൻ എന്താണോ അതിന് പറ്റുന്ന കെമിക്കൽസ് നമ്മുടെ ബോഡിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഭയം നമുക്ക് അതിനു മുമ്പായി നമ്മൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും നമുക്ക് ചിലപ്പോൾ ഇന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചിലപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോഴും നമ്മുടെ ബോഡി ചില ഡിസ്കംഫേർട്ടുകളും ചില തരത്തിലുള്ള ഇമോഷൻസും അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കെമിക്കൽസും നമ്മുടെ ബോഡി തരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ചില ഡിസ്കംഫേർട്ടും ചില ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പക്ഷേ എന്നിരുന്നാൽ കൂടിയും നമുക്കിതിനെ മറ്റൊരു തരത്തിൽ, അതായത് നമ്മുടെ ബോഡിയിൽ നമ്മൾ മനഃപൂർവ്വം നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ഒരു ഫീൽ ഗുഡ്, അല്ലെങ്കിൽ നമുക്ക് ആ എൻഡ് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ആ ഫീലിംഗ് നമുക്ക് ഇപ്പോഴേ കൊടുക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് അത് ഓൾറെഡി അങ്ങനെ ആയി ഉള്ളതാണ്. അതായത് ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരാൾക്ക് രൂപ കൊടുക്കാനുണ്ട്, പക്ഷേ ആ രൂപ കൊടുക്കാനുള്ള പണം നിങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ പക്ഷെ നിങ്ങൾ വിചാരിക്കുകയാണ്, ഞാൻ ഈ പണം ഇന്ന് കൊടുത്തു കഴിയുമ്പോൾ ഉള്ള ഫീലിംഗ് എന്താണ് എന്ന് നമുക്ക് ഡെലിബറേറ്റ് ആയിട്ട് നമ്മുടെ ബോഡിക്ക് ആ ഒരു ഫീലിംഗ് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിക്ക് ആ ഫീൽ ഗുഡ് ആ പണം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെയാണ് എൻ്റെ അടുത്ത ഒരു മെൻറ്റർ പറഞ്ഞൊരു കാര്യമാണ്, അത് എപ്പോഴും എനിക്ക് വളരെ വാല്യുബിൾ ആയിട്ട് തോന്നിയിട്ട് കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ 10 ലക്ഷം രൂപ കിടക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലാണ്, നിങ്ങളുടെ കയ്യിലല്ല, അക്കൗണ്ടിൽ ഇരിക്കുകയാണ് ഈ പൈസ. അപ്പം നിങ്ങൾക്ക് ആ അക്കൗണ്ടിൽ കിടക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫീൽ ഗുഡ് തോന്നും. ആ ഫീൽ ഗുഡ് തോന്നുന്നതിൻ്റെ കാരണം എന്താണ്? ഈ പൈസ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് എന്നുള്ള അറിവാണ് നിങ്ങൾക്ക് ഫീൽ ഗുഡ് തരുന്നത്. അപ്പോൾ നിങ്ങളുടെ നെറ്റ് ബാങ്കിങ്ങിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ നിങ്ങളുടെ അവൈലബിൾ ബാലൻസ് കിടക്കുമ്പോൾ അത് കാണുമ്പോൾ ഉള്ള ആ ഒരു ഫീലിംഗ്, ആ ഒരു ചിന്തയാണ്, അറിവാണ് നിങ്ങൾക്ക് ഫീൽ ഗുഡ് തരുന്നത്. പക്ഷെ ആ പൈസ നിങ്ങൾ ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്നോ തൊടുന്നോ ഒന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡിൻ്റെ അടിയിലൊന്നും അല്ല ആ പൈസ ഇരിക്കുന്നത്, ബാങ്കിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതേ കാര്യം തന്നെ നമ്മൾ ഈ നെറ്റ് ബാങ്കിങ് നമ്മൾ ഈ നമ്മുടെ ഈ ബാങ്കിൽ കിടക്കുന്ന ഈ പൈസയുടെ ബാലൻസ് നമ്മുടെ ഫോണിൽ കണ്ടുകൊണ്ട് നമ്മൾ ശ്വസിക്കുന്നത് സെയിം ബ്രീത്ത് തന്നെയാണ്. നമ്മുടെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ശ്വസിക്കുന്നത് സെയിം ബ്രീത്ത് തന്നെയാണ്. നമ്മളപ്പോൾ ഈ 10 ലക്ഷം രൂപ ഉണ്ട് എന്ന ഇമാജിനറി ആയിട്ട് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാലും, നമ്മുടെ ബ്രെയിൻ തരുന്നത് ഏതാണ്ട് അതേ ഫീലിംഗ് തന്നെയാണ്. അതായത് നമ്മുടെ കയ്യിൽ 10 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ടെങ്കിലും, അക്കൗണ്ടിൽ കിടപ്പില്ല എങ്കിലും അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് എന്ന് നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആ ഫീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടും ഒരുപോലെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തൊരു പ്രശ്നമാണെങ്കിൽ കൂടിയും നമുക്ക് ഇതെല്ലാം ഓരോ അറിവുകളാണ്. അതായത് സെൻസറി നമ്മുടെ ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്രിഗർ ചെയ്യുന്ന ആ അറിവിൽ നിന്നാണ് നമ്മൾ ആ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബോഡി ഒരു പർട്ടിക്കുലർ ഫീലിംഗ് നമുക്ക് തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് 10 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിലും 10 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഇല്ലെങ്കിലും, നമുക്ക് ഇവിടെ ഈ സമയത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നത് നമ്മൾ നെറ്റ് ബാങ്കിങ്ങിലൂടെയാണ്. നമ്മുടെ അറിവാണ് നമുക്ക് ഫീൽ ഗുഡ് തരുന്നത്. അപ്പോൾ ആ അറിവ് എന്ന് പറയുന്നത് അത് അവിടെ ഉള്ളതായി നമുക്ക് സങ്കല്പിച്ചാലും ഈ 10 ലക്ഷം രൂപയുടെ ഫീൽ ഗുഡ് നമുക്ക് കിട്ടും.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇമാജിനറി ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും നമ്മുടെ ബ്രെയിനിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് എല്ലാ ദിവസവും നമ്മുടെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ ഉള്ളതായി ആ ഫീൽ ഗുഡോട് കൂടി നമ്മൾ ആ അറിവോട് കൂടി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ ആ 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ കിടക്കുന്ന ഒരാളുടെ ബ്രെയിൻ പോലെ വർക്ക് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഫീലിംഗ് ഈസ് ദ സീക്രട്ട്. നമ്മുടെ ബോഡിയിൽ ഈ എൻഡ് റിസൾട്ട് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ ഫീലിംഗ് നമ്മുടെ ബോഡിയിൽ നിറയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ബ്രെയിൻ റീവയറിംഗ് മെഡിറ്റേഷൻ ആണ്. നമ്മൾ അതിൻ്റെ കൂട്ടത്തിലൊരു പാർട്ടാണ് നമ്മൾ ഈ സെൻസറി ഓർഗൻസിനെ നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ 6 ഫേസിലൂടെ നമ്മളതിന് പോകുന്നുണ്ട്. പിന്നെ അപ്പോൾ ഫീലിംഗ് എന്ന് പറയുന്ന കാര്യം, ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരാളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു ഫീലിംഗ് നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഫീലിംഗ് കൊണ്ടുവരാൻ കഴിയും. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ സെഷൻ കഴിയുമ്പോഴത്തേക്കും ആ ഒരു പാർട്ട് നമുക്ക് ചെയ്യാം. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ലെറ്റിംഗ് ഇറ്റ് ഗോ എന്ന് പറയും, അഥവാ ലെറ്റ് ഗോ എന്ന് പറയും. അതായത് ഈ നമ്മൾ സെഷൻ തുടങ്ങിയ സമയത്ത് തന്നെ ഇങ്ങനെ ചോദിച്ചിരുന്നു, അതായത് നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ ആ ലക്ഷ്യം നമ്മൾ അതുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും അത് നടന്നില്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഡിസപ്പോയിൻമെൻറ്റ് നമുക്ക് വരും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും പ്രശ്നം? തീർച്ചയായിട്ടും അത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് നടക്കുന്നില്ല എന്ന് തോന്നുന്നതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് ഈ ഒരു സെൽഫ് ഡൗട്ട് നമുക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫ്ലിക്റ്റ് നമുക്ക് തോന്നുന്നതുകൊണ്ടാണ്. അപ്പം ലെറ്റിംഗ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നമ്മുടെ ഗോളുമായിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് പോകണം, എന്നാൽ അതേ അളവിൽ തന്നെ ഒരു ഡിറ്റാച്ച്മെന്റും നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. അതായത് ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മൾ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ സൃഷ്ടിക്കുകയാണ്. നമ്മുടെ ഈ ഉള്ളിൽ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അവിടെ ഈ ഉള്ളിൽ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ സൃഷ്ടിച്ചിട്ട് നടക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് എൻ്റെ പ്ലാൻ ബി എന്താണ്, നടക്കാതെ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സെൽഫ് ഡൗട്ടാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സെൽഫ് ഡൗട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈക്വലി അത് തന്നെയായിരിക്കും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാനും പോകുന്നത്. അതായത് ആ സെൽഫ് ഡൗട്ടിൽ എന്താണോ നമ്മൾ സംശയിച്ചത്, ആ സംശയിച്ചതാണ് നമ്മുടെ ബ്രെയിൻ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതന്നെ നമ്മൾ ഒരു സയന്റിഫിക് ആയിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ കൊടുക്കുന്നത് സംശയമാണ് എങ്കിൽ ആ സംശയം ശരിയാണ് എന്ന് തന്നെ നമ്മുടെ ബ്രെയിൻ നമ്മളെ കാണിച്ചു തരും. നമ്മളൊരാളെ പറ്റി നമ്മൾ സംശയപൂർവ്വം നമ്മൾ അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അത് ശരിയാണ്, അതിനെ കറക്റ്റായിട്ട് വാലിഡേറ്റ് ചെയ്ത് തരും. ഇത് നിങ്ങൾ സംശയിച്ചത് വളരെ കറക്റ്റാണ് എന്ന് നമ്മുടെ ബ്രെയിൻ കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു ലെറ്റിംഗ് ഇറ്റ് ഗോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫിൽ പല ഏരിയയിലും വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ ലെറ്റിംഗ് ഇറ്റ് ഗോയുടെ തന്നെ ഒരു സെഷൻ നമുക്ക് വ്യക്തമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ലെറ്റിംഗ് ഇറ്റ് ഗോ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും വളരെ അറ്റാച്ച്ഡ് ആണ്. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതൊരു കാര്യം, ഇപ്പോൾ ഒരുപാട് പേര് എന്നോട് സംസാരിക്കാറുള്ള കാര്യം, എസ്പെഷ്യലി ഈ ബ്രേക്കപ്പിൻ്റെ ഒക്കെ കാര്യം വരുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്, സാർ എനിക്ക് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ലൈഫാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഞാൻ അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അപ്പോൾ പക്ഷേ ഈ പെൺകുട്ടി ഞാൻ ഇതൊക്കെ ചെയ്താലും എനിക്കൊരു നല്ല സൈൻ തരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. ഞാൻ എപ്പോഴും അവരോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ എൻഡ് റിസൾട്ട് നമ്മൾ കാണുമ്പോൾ എന്താണ് എൻഡ് റിസൾട്ട് കാണുന്നത്? എൻഡ് റിസൾട്ട് കാണുന്നത് നമ്മുടെ ലൈഫിൽ എപ്പോഴും അല്ലെങ്കിൽ ഫീലിംഗ് ഈസ് ദ സീക്രട്ട്. എന്ത് ഫീലിംഗ് ആണ് നമുക്ക് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് ഗുഡാണ് വേണ്ടത്. അപ്പോൾ ഒരു വിവാഹ ബന്ധത്തിലാണെങ്കിലും ഏതിലാണെങ്കിലും ഒരു ഫീൽ ഗുഡാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ലെറ്റിംഗ് ഇറ്റ് ഗോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മളെപ്പോഴും തെറ്റായിട്ട് ധരിക്കുന്നതാണ് ഈ ഒരു വഴിയിലൂടെ മാത്രമാണ് നമുക്ക് ഈ ഫീലിംഗ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു തെറ്റായ ധാരണ. അതായത് നമ്മൾ തന്നെ അതിൻ്റെ വഴി നിശ്ചയിക്കുമ്പോഴാണ് അതിന് കുഴപ്പം. അതായത് നമ്മളതിന് വഴി നിശ്ചയിക്കേണ്ട, നമ്മൾ അതിനെ വിട്ടുകൊടുക്കുക എന്ന് പറയും. അതായത് ലെറ്റിംഗ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാണ് വേണ്ടത്, പക്ഷേ നമ്മൾ ആ അറ്റാച്ച്മെന്റിൽ കൂടി തന്നെ നമ്മൾ അതിനെ വിട്ടുകൊടുക്കുകയാണ്. നമ്മളപ്പം ഈ ലെറ്റിംഗ് ഇറ്റ് ഗോ കൊടുത്തു കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു ഫ്രീഡം ഫീൽ ചെയ്യുന്നത്. ലൈഫിൽ എപ്പോഴും നമ്മൾ എല്ലാത്തിനെയും നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫ്രീഡം നമുക്ക് ഫീൽ ചെയ്യും. കാരണം അവിടെ ഒരു സ്ട്രിങ്ങും ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കോംപ്ലക്സ് ആയിട്ട് തോന്നുമെങ്കിലും ഞാൻ കുറച്ച് ഉദാഹരണത്തിലൂടെ അത് നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം. ഇനിയുള്ള ക്ലാസ്സുകളിൽ കൂടി അത് കുറച്ചുകൂടെ വ്യക്തത അതിനകത്ത് വരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നമ്മൾ പിടിച്ചു വെക്കുമ്പോൾ, അതായത് ഇത് തന്നെയാണ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു ബിസിനസ് ആയിരിക്കാം. ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ
ചില ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഇതാണ് എൻ്റെ ഇതായിരുന്നു എൻ്റെ എല്ലാ സ്വപ്നവും, ഈ സ്വപ്നം പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രക്ഷയില്ല, അപ്പോൾ എനിക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സംശയിച്ചു തുടങ്ങും. പക്ഷേ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈഫിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ലെറ്റിംഗ് ഇറ്റ് ഗോ അഥവാ വിട്ടുകൊടുക്കൽ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ അങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു എനർജിയെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ അങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് യൂണിവേഴ്സ് നമുക്ക് വളരെ നല്ല, ഞാൻ പറയുകയാണ്, അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു നല്ല റിസൾട്ട് നമുക്ക് തരും എന്നുള്ളതാണ് എക്സ്പീരിയൻസ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ എന്ത് കാര്യവും വിട്ടു കൊടുക്കുമ്പോഴാണ് നമുക്കത് 100% നമ്മുടെ ലൈഫിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇപ്പോൾ ചില വ്യക്തികൾ നമ്മൾ വിചാരിക്കും, ചില വ്യക്തികളെ നമ്മളിങ്ങനെ നമ്മുടെ ലൈഫിൽ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പോൾ ശരിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിനെ ലെറ്റിംഗ് ഇറ്റ് ഗോ, അവരെ വിട്ടുകൊടുക്കുക, അവരുടെ വഴിക്ക് അങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അസോസിയേറ്റ് ചെയ്ത് നിൽക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി അങ്ങ് വിട്ടുകൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ ഒരു വിട്ടുകൊടുത്ത ആ ഒരു ഗ്യാപ്പിലേക്ക് നമുക്ക് ഇതിനേക്കാൾ നല്ല ബന്ധങ്ങൾ ചിലപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ഈ പണത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറയും, ഇന്ന വഴി കൂടെയുള്ള പണമാണ് ഞാൻ നോക്കിയിരുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ചിലർ പറയും, സാറേ ഞാനൊരു ചിട്ടി മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, എനിക്ക് ഇത്ര രൂപ എനിക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ ഈ ചിട്ടി അടിക്കണം എന്ന് മാത്രമായിരിക്കും വിചാരം. പക്ഷേ അതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ ചിലപ്പോൾ അതിനപ്പുറത്തുണ്ടാവും. അപ്പം നമ്മൾ അവിടെ അതങ്ങ് വിട്ടുകൊടുക്കുക, അതായത് അത് യൂണിവേഴ്സിന് കൊടുക്കുക, അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, അത് നാച്ചുറലി അൺഫോൾഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ലെറ്റിംഗ് ഇറ്റ് ഗോ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ചില പണവുമായിട്ടൊക്കെയുള്ള ചില കാര്യങ്ങളിൽ നമുക്ക് പണം നമ്മളിലേക്ക് വരാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ആ പണത്തെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങൾ നമ്മളങ്ങ് വിട്ടുകൊടുക്കുമ്പോഴത്തേക്കും ആ ഗ്യാപ്പിലേക്ക് അതിനേക്കാൾ വലിയ കാര്യങ്ങൾ വന്ന് ചേരും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ലെറ്റിംഗ് ഇറ്റ് ഗോ എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ ഞാൻ എവിടെ ഒരു കോട്ട് വായിച്ചതാണ്, നമ്മുടെ മനസ്സെപ്പോഴും പറയും ഇഫ് യു ലെറ്റ് ഗോ യു ഫെയിൽ. അതായത് നമ്മളിപ്പോൾ ഒരു എന്താണ്, ഇത് വളരെ യൂസ്ഫുൾ ആണ് പല സ്ഥലത്തും. അതായത് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ആണ്, അപ്പോൾ നമ്മുടെ മനസ്സ് പറയും എന്താണ്, ആ പെൺകുട്ടിയെ ഞാൻ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് എൻ്റെ മനസ്സിൽ ഞാൻ പരാജയപ്പെടുന്നതിന് തുല്യമാണ്. അതുപോലെ ചില ലക്ഷ്യങ്ങൾ നമ്മൾ മുന്നിൽ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന് ഞാൻ ഡൈഹാർഡായിട്ടിട്ട് ഇതിന് വേണ്ടിയിട്ട് ചെയ്യണം, ഇതെങ്ങാനും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തീരുവാണ്. ഇത് നമ്മുടെ മനസ്സ് നമ്മുടെ ഈഗോയോട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം ഇത് ഈക്വലായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് വേദന ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ബിസിനസ് എനിക്ക് നടന്നില്ലെങ്കിൽ, ഈ ഒരു ലക്ഷ്യം എനിക്ക് നടന്നില്ലെങ്കിൽ എൻ്റെ ഹൃദയം തകർന്നു പോകും, അല്ലെങ്കിൽ ഇന്ന കാര്യം നടന്നതിന് എൻ്റെ ഹൃദയം തകരും, ഇതാണ് ഞാൻ നടക്കുന്നത് എന്ന് നമ്മുടെ ഹൃദയം പറയും. അതേസമയം നമ്മുടെ സോൾ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് പറയുന്നത് ഇതാണ്, ഇഫ് യു ലെറ്റ് ഗോ യു ആർ ഫ്രീ. അതായത് നിങ്ങൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീഡം എൻജോയ് ചെയ്യാൻ കഴിയും എന്ന് നമ്മുടെ സോള് പറയും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സോള്, ഹാർട്ട്, മൈൻഡ് എന്നൊക്കെ ഉള്ളത് നമുക്ക് അതിന് മറ്റൊരു തലത്തിൽ കാണാം. പക്ഷേ ഇതിൻ്റെ ലോജിക്കലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതാണ്, നമുക്ക് എപ്പോഴും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീപ്പർ ലെവലിൽ നമുക്ക് കിട്ടുന്നത് ഒരു വലിയ ആശ്വാസമാണ്. അതായത് ഒരു ഫ്രീഡത്തിൻ്റെ ഒരു എനർജിയാണ് നമുക്ക് അതിനകത്തുനിന്ന് എപ്പോഴും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ സോൾ ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഒരു ഡീപ്പർ ലെവലിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ചിന്തിക്കാതെ വരുമ്പോൾ നമ്മുടെ ഈഗോയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഈ നമ്മുടെ ആഗ്രഹങ്ങളുമായിട്ട് നമ്മൾ വളരെയധികം അറ്റാച്ച്ഡ് ആവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ആഗ്രഹിച്ച കാര്യം നടന്നില്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും, അല്ലെങ്കിൽ നമുക്ക് ഇതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഡീപ്പർ ലെവലിൽ നമ്മുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ആർട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വിട്ടുകൊടുക്കുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുകയും നമ്മുടെ ലക്ഷ്യവുമായിട്ട് അതേ രേഖയിൽ നമ്മൾ ബാലൻസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നമുക്ക് മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നതാണ്. അപ്പം നമുക്ക് പിന്നെ അതിനകത്ത് അതേപ്പറ്റി ഒരു സെക്കൻഡ് പ്ലാനിനെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. ഈ ലെറ്റിംഗ് ഇറ്റ് ഗോ എന്ന് പറയുന്നത് അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗോളുമായിട്ട് അറ്റാച്ച്ഡുമാണ്, എന്നാൽ ഈക്വലി ഡിറ്റാച്ച്ഡുമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റേറ്റിൽ നമ്മളെ നിലനിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് മാജിക്കലാവും. കാരണം നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും എന്നുള്ളതാണ്. കാരണം ഇത് പ്രാക്ടീസ് ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ലെറ്റിംഗ് ഇറ്റ് ഗോ എന്ന് പറയുന്ന ആ ഒരു അറ്റാച്ച്മെൻറ്റുമാണ് നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ലൈഫിൻ്റെ ഏത് ഏരിയയിലും നമുക്ക് അനുഭവിക്കാൻ പോകുന്ന ഫ്രീഡം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. അപ്പോൾ നമ്മൾ ലെറ്റിംഗ് ഇറ്റ് ഗോ ആണ് പറഞ്ഞത്. അടുത്തത്
ഫേസ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. അതായത് ഗ്രാറ്റിറ്റ്യൂഡിന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മുടെ റിസീവിങ് മോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ 3 കാര്യവും ചെയ്തു. എൻഡ് റിസൾട്ട് നമ്മൾ കണ്ടു. എൻഡ് റിസൾട്ടിലുണ്ടാകുന്ന ഫീലിംഗ് നമ്മുടെ ബോഡിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. നമ്മളതിനെ യൂണിവേഴ്സിലേക്ക് നമ്മൾ വിട്ടുകൊടുത്തു. അടുത്തത് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം നമുക്ക് വിട്ടുകൊടുത്ത് യൂണിവേഴ്സിലേക്ക് നമുക്ക് കൊടുത്തു, ഓക്കെ യൂണിവേഴ്സ് എനിക്ക് തരും, എനിക്ക് കിട്ടിക്കോളും, അത് ഞാൻ എൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മളിങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ചില സംശയങ്ങൾ തുടങ്ങും. ഉടനെ ഇത് നടക്കുന്നില്ലല്ലോ, ഇത് നടക്കുന്നതിൻ്റെ സൈനുകൾ വല്ലതും ഉണ്ടോ, എന്താണ്, നമ്മളിങ്ങനെ നമ്മുടെ ബോഡി പിന്നെയും ബ്രെയിന് സംശയത്തിൻ്റെ ലക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളെപ്പോഴും ഗീവ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ അഡ്വാൻസ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഒരു ലക്ഷ്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്കതിന് താങ്ക്ഫുൾ ആവാം എന്നുള്ളതാണ്. അതായത് നമുക്കറിയാലോ, നമുക്ക് എപ്പോഴും ഒരു കാര്യം ഒരു കാര്യം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ, ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമ്മൾ ആരോടെങ്കിലും അല്ലെങ്കിൽ നമ്മളോടെങ്കിലും നമ്മളൊരു താങ്ക്ഫുൾ എപ്പോഴും പറയാറുണ്ട്. അതായത് ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു നെടുവീർപ്പ് നമ്മൾ ചിലപ്പോൾ വിടാറുണ്ട്. ഓ താങ്ക് ഗോഡ്, അല്ലെങ്കിൽ താങ്ക് യു എന്ന് നമ്മളെപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് വരും നമ്മൾ ഒരു കാര്യം നേടിക്കഴിയുമ്പോൾ. അപ്പം നമ്മളെ ഒരു ദിവസം മുഴുവൻ നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ നിലനിർത്തുക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിൽക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മുടെ ഒരു ട്യൂണിങ് ഫ്രീക്വൻസി. അതായത് നമ്മുടെ റിസീവിങ് മോഡ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. അതായത് നമ്മളിപ്പോൾ ആമസോണിൽ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്തു. ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആ പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അവർ ഡെലിവറി ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. പിന്നെ നമ്മൾ എപ്പോഴും സംശയിച്ച് നോക്കാറില്ല, അവർ നമ്മുടെ പൈസ കൊണ്ടുപോയോ, എനിക്ക് കിട്ടാതെ വരുമോ എന്നുള്ള രീതിയിൽ നമ്മൾ സംശയിക്കാറില്ല. കാരണം നമുക്കറിയാം അത് നമ്മുടെ വീട്ടിൽ തന്നെ വരും എന്നുള്ളത്. അപ്പോൾ ഈ നമ്മൾ ഇടയ്ക്കിടെ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല, ഇത് കിട്ടുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, അതിന് നമ്മൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കുന്നു. നമ്മുടെ ബോഡിയെ അത് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്കതിന് താങ്ക്ഫുൾനെസ് അറിയിക്കുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഞാനെപ്പോഴും എൻ്റെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാൻ ഈ എപ്പോഴും നമുക്കറിയാം കുട്ടികൾ വളരെ എഫക്റ്റീവായിട്ട് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ ഈ നമ്മുടെ ആൽമാഗ്യാൻ്റെ തന്നെ ഇൻസ്പയർ ടു ആസ്പയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് ഈ മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും ഒരു സെഷൻ എടുക്കാനായിട്ട് നമ്മുടെ മോൻസി സാർ എന്ന് പറഞ്ഞ സാറാണ് ആ ക്ലാസ് എടുത്തത്. അപ്പം എന്നെ ഒന്ന് വിളിച്ച് കുട്ടികളെ ഒന്ന് പരിചയപ്പെടും. അതുകൊണ്ട് 10-40ഓളം കുട്ടികളുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ക്ലാസ്സിൽ ഞാൻ അവരോട് എക്സ്പീരിയൻസ് ചെയ്തത്, ഒരു സ്റ്റോറി അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സിംഗപ്പൂർ ജോലി ചെയ്യുന്ന സമയത്ത്, ഞാൻ അവിടെ ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്ന സമയത്ത് അന്നും എനിക്ക് ഈ മാനിഫെസ്റ്റേഷൻ്റെ പരിപാടിയുണ്ട്. ഞാൻ 2006 മുതൽ ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ റൂമിൽ ഞാൻ മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട 1-2 ചെറിയ പോസ്റ്റേഴ്സ് ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വീട്ടിലൊരു കൊച്ചു പയ്യൻ എപ്പോഴും എൻ്റെ അടുത്ത് വരും. അപ്പോൾ വരുമ്പോൾ അങ്കിൾ ഇതെന്താണ് എപ്പോഴും ചോദിക്കും. അപ്പം അപ്പം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവനിങ്ങനെ ഒരിക്കലും അവൻ സങ്കടപ്പെട്ട് അവനിങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ അവനോട് എന്ത് പറ്റി? അപ്പോൾ അവൻ പറഞ്ഞു അവന് ഒരു പിയാനോ വേണം, പക്ഷെ അവൻ്റെ ഫാദർ അവന് വാങ്ങിച്ചു കൊടുക്കുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വഴക്ക് നടക്കുകയാണ്. അപ്പം പയ്യൻ്റെ പേര് സഞ്ജു എന്നാണ്. ഞാൻ അവനടുത്ത് പറഞ്ഞു, സഞ്ജു ഒരു കാര്യം ചെയ്യേ, അടുത്ത ദിവസം ഡാഡി വരുമ്പോഴത്തേക്കും ഡാഡി എടുത്ത് താങ്ക് യു ഡാഡി, എനിക്ക് പിയാനോ വാങ്ങി തന്നതിന് താങ്ക് യു ഡാഡി എന്ന് പറയാൻ വേണ്ടിയിട്ട് അവനടുത്ത് പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ പയ്യൻ ഇവൻ്റെ അച്ഛൻ തിരിച്ച് ഓഫീസിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് ഉടനെ ഇവൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, എന്താണ് താങ്ക് യു ഡാഡി. അപ്പോൾ ഫാദറിന് മനസ്സിലായില്ല, പുള്ളിക്ക് സംഭവം മനസ്സിലായില്ല. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, സഞ്ജു ജസ്റ്റ് ഒരു പിയാനോയുടെ ഒരു ചെറിയ പടമൊക്കെ വരച്ച് വെച്ചിട്ട്, ആ പിയാനോ വരച്ച് വെച്ചിട്ട് ഡാഡി വരുമ്പം പറ താങ്ക് യു ഡാഡി, ഇത് എനിക്ക് വാങ്ങിച്ചു തന്നതിന് താങ്ക് യു ഡാഡി എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ പിള്ളേർ അതേപോലെ കേൾക്കും, മുതിർന്നവരെ പോലെയല്ല. പിള്ളേർക്ക് സംശയമൊന്നുമില്ല, പിള്ളേർക്ക് എങ്ങനെയെങ്കിലും അത് കിട്ടണം. അപ്പം ഞാൻ പറയുന്നത് എന്തോ മാജിക്കാന്നുള്ള രീതിയിൽ ഇവൻ ഒരു കാർഡ്ബോർഡൊക്കെ വെട്ടി ഒരു പിയാനോയുടെ പടമൊക്കെ, ഒരു ചെറിയൊരു കീബോർഡിൻ്റെ പടമൊക്കെ വരച്ച് വെച്ചിട്ട് ഇവൻ്റെ ഡാഡി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനിങ്ങനെ പിയാനോ വായിക്കുന്നവരൊക്കെ വെച്ചിട്ട് ഇവൻ കോമഡി ആയിട്ട് പറഞ്ഞു, താങ്ക് യു ഡാഡി, എന്തിനാ? അപ്പോൾ എനിക്ക് പിയാനോ വാങ്ങി തന്നതിന്. അപ്പോൾ ഇവൻ ഈ സ്ഥിരം ഈ പരിപാടി, അപ്പം വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ഇവൻ നേരെ തിരിച്ചിട്ട് ഇവന് താങ്ക്ഫുൾ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാം ഇതിന് എൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത്. അടുത്ത ദിവസം തന്നെ പിയാനോ വീട്ടിലെത്തി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മകനാണെങ്കിൽ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്, നീ പോടാ നിനക്ക് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരും. പക്ഷേ ഈ താങ്ക്ഫുൾ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സാധനം അച്ഛൻ വീട്ടിലെത്തി.
അപ്പൊ ഈ കഥ ഞാൻ നമ്മുടെ ഇൻസ്പയർ ടു ആസ്പയർ എന്ന് പറയുന്ന ക്ലാസ്സിൽ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ഥിരം ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. ത്രൈസാമയ്ക്ക് അറിയാം, ആളുകൾക്ക് അവർ ഇത് ടാബുകള്, ലാപ്ടോപ്പ്, ഫോണ്, ഇഷ്ടംപോലെ സാധനങ്ങൾ കുട്ടികൾ വീട്ടിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം മറ്റൊന്നുമല്ല, അവർ കുട്ടികളോട് കിട്ടുന്നതിന് മുമ്പ് തന്നെ പേരൻസിന്റെ അടുത്ത് അവർ താങ്ക്ഫുൾ ആവാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ മക്കള് നമ്മളോട് വന്നിട്ട് നമുക്കത് കിട്ടുന്നതിന് മുമ്പ് തന്നെ താങ്ക് യു ഡാഡി എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ട് നമുക്കത് എങ്ങനെയെങ്കിലുമൊക്കെ നടത്തി കൊടുക്കാൻ തോന്നും. നേരെ മറിച്ച് നമ്മളോട് വഴക്കുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിട്ട് വാങ്ങി കൊടുക്കുകയുമില്ല. അപ്പൊ ഇതേ കാര്യം തന്നെ ഞാനിവിടെ വീട്ടിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എൻ്റെ കുട്ടികളും ഏതാണ്ട് അവര് വഴക്കൊക്കെ ഉണ്ടാക്കും, എങ്കിൽ പോലും അവർക്ക് ബോധം വരുമ്പോൾ ഉടനെ തന്നെ അവര് താങ്ക് യു എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം. അപ്പൊ ഞാനെപ്പോഴും അവർ ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എങ്ങനെയെങ്കിലുമൊക്കെ അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂണിവേഴ്സിനോടാണെങ്കിലും ആരോടാണെങ്കിലും നമുക്ക് കിട്ടുന്നില്ല എന്ന് നമ്മൾ പരാതി പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ ആ സിറ്റുവേഷൻ തന്നെയായിരിക്കും നമ്മൾ അതേ സിറ്റുവേഷൻ ആയിരിക്കും, അതിന്റെ മിറർ റിഫ്ലക്ഷൻ ആയിരിക്കും നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഇതൊക്കെ ചെയ്ത് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നില്ല, ഉടനെ നമ്മൾ പരാതി പറയും, ഇതെന്നെ എനിക്ക് വർക്ക് ചെയ്യുന്നില്ലല്ലോ, എനിക്ക് മാത്രം എന്താണ് വരാത്തത്, ബാക്കിയുള്ളവർക്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് മാത്രം ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളൊരു കംപ്ലൈന്റ് ആണ് അവിടെ റൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ കാര്യം വളരെ കൃത്യമാണ് എന്ന് നമ്മുടെ ബ്രെയിൻ കാണിച്ചു തരും. ശരിയാണ്, നിങ്ങൾക്ക് ഒന്നും നടക്കില്ല, വളരെ കൃത്യമായിട്ട് അതേ മിററിങ് നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിൽ നമ്മളെ കാണിച്ചു തരും. അതേസമയം നേരെ തിരിച്ച് നമ്മൾ ആ കാര്യത്തിൽ നേരെ സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ അഡ്വാൻസ് ആയിട്ട് അതിന് നമ്മൾ താങ്ക്ഫുൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സും ഇതേ കാര്യം തന്നെയായിരിക്കും ചെയ്യുക. അതായത് നമ്മുടെ ബ്രെയിൻ ഇതേ കാര്യം തന്നെ മിറർ ചെയ്യും. അതായത് നമുക്ക് നമ്മൾ ഓൾറെഡി താങ്ക്ഫുൾ ആയി, കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി താങ്ക്ഫുൾ ആയി. അപ്പം നമ്മുടെ ബ്രെയിൻ നമ്മളെ കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ്. അത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞ എക്സ്റ്റേണൽ വേൾഡിൽ അത് ഇൻ റിയാലിറ്റിയിൽ നമ്മുടെ ബ്രെയിൻ നമുക്ക് തിരിച്ച് അത് കാണിച്ചു തരും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് റിസീവിങ് മോഡാണ്. അപ്പൊ ഞാൻ സഞ്ജു എന്ന് പറയുന്ന കുട്ടിക്ക് പിയാനോ കിട്ടിയതുപോലെ അവന് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അപ്പൊ അത് വളരെ നമ്മൾ കുട്ടികളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴും കുട്ടികൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യും. പക്ഷെ നമ്മൾ കുറച്ച് സംശയത്തോടെ ഇതിനെ സമീപിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്: നമ്മൾ കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ താങ്ക്ഫുൾ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തരാതിരിക്കാൻ കഴിയില്ല. യൂണിവേഴ്സിനാണെങ്കിലും ആർക്കാണെങ്കിലും നമുക്ക് തരാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ അത് കിട്ടിയതായി നമുക്ക് താങ്ക്ഫുൾ ആവുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പോൾ അടുത്തത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതാണ് നമ്മുടെ ഇൻസ്പയർഡ് ആക്ഷൻ. 5ാമത്തെ കാര്യമാണ് നമ്മുടെ ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്പയർഡ് ആക്ഷൻ്റെ എക്സാമ്പിളാണ് ഈ ഇപ്പം ഈ സഞ്ജു ചെയ്തത് ഒരു ഇൻസ്പയർഡ് ആക്ഷനാണ്. അതായത് സഞ്ജു ഒരു കീബോർഡിന്റെ പടമൊക്കെ ഒരു കാർഡ്ബോർഡിൽ വെട്ടി ഡിസൈൻ ചെയ്തിട്ട് അത് പിയാനോ ചെയ്തു. ഡാഡി താങ്ക് യു ഡാഡി, എനിക്ക് പിയാനോ വാങ്ങി തന്നതിന് താങ്ക് യു ഡാഡി എന്ന് പറഞ്ഞപ്പോൾ അതൊരു ഇൻസ്പയർഡ് ആക്ഷനാണ്. അപ്പോൾ ഈ ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇൻസ്പയർഡ് ആക്ഷൻ ഉണ്ടാവും. ചില കാര്യങ്ങൾ ഇപ്പം നമുക്കറിയാം, ചില കാര്യങ്ങൾ നമ്മൾ ചില സമയത്ത് നമ്മൾ മാജിക്കലായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിന്റെ വലിയ ടേണിലേക്ക് നമുക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വിചാരിക്കും, ഇത്ര കാലമായിട്ട് നമുക്കിതൊക്കെ അറിയാമായിട്ട് നമ്മൾ എന്താണ് അങ്ങനെ ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില മൊമെന്റിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ആഹാ മൊമെന്റ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡിന് കഴിയും. നമ്മളൊരു ഈ താങ്ക്ഫുൾ ആയിരിക്കുന്ന ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഒരു ഇൻസ്പയർഡ് ആക്ഷൻ വരികയും ആ ഇൻസ്പയർഡ് ആക്ഷൻ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് എത്തും എന്നുള്ളതാണ്. അപ്പം 5 കാര്യം നമ്മൾ പറഞ്ഞു, ഇൻസ്പയർഡ് ആക്ഷൻ. ഇനി 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒപ്റ്റിമൈസ് യുവർ സിസ്റ്റം. അതായത് നമ്മൾ ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ വീണ്ടും ഇതേ കാര്യം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്രയിൽ നമ്മൾ പോകുമ്പം ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ സെൽഫ് ഡൗട്ട് നമുക്ക് ചിലപ്പം വരാം. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യാതിരിക്കുമോ എന്നൊക്കെ ചില തോന്നലുകൾ വരാം. ചിലപ്പോൾ നമുക്ക് ബോറടിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നേരമായി ചെയ്യുന്നു, ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നും ചിലപ്പോൾ നമുക്ക് തോന്നാം. അപ്പോൾ നമുക്ക് ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ ഒരുപാട് റെസിസ്റ്റൻസ് നമുക്ക് തരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ഈ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസിലൂടെയാണ് നമ്മൾ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒപ്പം തന്നെ നമ്മൾ ഈ ക്ലാസ്സിലൂടെ പോകുമ്പോഴും നിങ്ങൾക്ക് സംശയങ്ങൾ നമ്മൾ പരസ്പരം ഷെയർ ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് ആ ഒരു സിസ്റ്റത്തെ ഒപ്റ്റിമൈസ് ചെയ്യാം. കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരാം, ഒരുപാട് ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് ആ ചോദ്യത്തെയൊക്കെ മാറി ഇത്രയും കാര്യം ഈ 6 സ്റ്റെപ്പ് നമ്മൾ ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തെങ്കിലും കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ളത് നമ്മുടെ ഒരു ചോദ്യമല്ല.
നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഇന്റേണൽ വർക്ക് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുവിരൽ പോലും അനക്കണ്ട എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ അത് വളരെ ശരിയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം വളരെ കൃത്യമായിട്ട് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ സൃഷ്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മൊമെന്റിൽ തന്നെ അത് എക്സ്റ്റേണൽ വേൾഡിൽ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അപ്പിയർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കുറേ തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ലെറ്റിംഗ് ഇറ്റ് ഗോ വളരെ ക്ലിയർ ആവും നമ്മുടെ മനസ്സിൽ എന്താണ് ഈ കാര്യം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു സോൾ ലെവലുള്ള ഫ്രീഡം നമുക്ക് കിട്ടും. കാരണം നമുക്ക് എന്തിനാണ് നമ്മൾ ഒരു സ്ട്രിങ്ങുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് 6 phases ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നാളെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലക്ഷ്യങ്ങളുമായിട്ട് ചേർന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. യെസ് ജിതിൻ.